പയ്യന്നൂരിൻ്റെ മണ്ണിനെ ആഘോഷത്തിൽ ആറാടിച്ച് 5 നാൾ നീണ്ട കലാമാമാങ്കത്തിന് തിരശ്ശീല വീണുകൊണ്ടിരിക്കുകയാണ്. അവസാനഘട്ട മത്സര ഫലങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പോൾ എൻ്റെ പിറകുള്ളത് സെൻറ്റ് തെരേസസിൻ്റെ കുട്ടികളാണ്. അവർ എന്തിനാണ് വിജയിച്ചതെന്നും ഒക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്തിനാണ് നിങ്ങൾ വിജയിച്ചത്? ഗ്രൂപ്പ് സോങ്. അപ്പോൾ ഒന്ന് ആദ്യം അത് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് അങ്ങ് മറ്റുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഒന്ന് പാടി. വരമായി വരൂ നീ മാരിവില്ലഴകേ, ഭൂവിതിൽ വരമായി വരൂ നീ മാരിവില്ലഴകേ, ഹൃദയങ്ങളിൽ സ്നേഹമാരിയായി നീ പെയ്തിറങ്ങുമോ വർഷമേ മണ്ണിലേക്ക് ജീവനായി. അപ്പോൾ നിങ്ങളെല്ലാവരും പാട്ട് പഠിക്കുന്നവരാണോ? എല്ലാവരും ഒരേ അധ്യാപകൻ്റെ കീഴിലാണോ പഠിക്കുന്നത്? എല്ലാവരും അല്ല, എല്ലാവരും വ്യത്യസ്തമായി പഠിക്കുന്നവരാണ്. അപ്പോൾ ഒന്ന് പരിചയപ്പെടാം. പേര്? ദർശന രതീഷ്, നിമ പ്രവീൺ, ശ്രീലക്ഷ്മി ശിശു, ദിയ ധനീഷ്, ജിസ മറിയ, സിൽമിയ പി പി, ആൻഡ് ജൂലിയറ്റ്. അപ്പോൾ നിങ്ങൾ ഈ സംഘഗാനം ആദ്യമായിട്ടാണോ നിങ്ങൾ സംസ്ഥാനത്ത്? അല്ല, ഇതിന് മുന്നേ നിങ്ങൾ പോയിട്ടുണ്ടോ? അപ്പോൾ സംസ്ഥാനത്തിൽ ഇത് സമ്മാനം കിട്ടിയിരുന്നു? കിട്ടിയിരുന്നു. അപ്പോൾ ഇതൊരു തുടർച്ചയായിട്ടുള്ള പരിപാടിയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എത്ര നാളായി ഈ സംഘഗാനം ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി? അല്ലെങ്കിൽ ആരാണ് ഗുരു? ആരാണ് ഇത് പഠിപ്പിച്ചത്? സുമാമസ്, സ്കൂളിലെ ഒരു ടീച്ചർ, മ്യൂസിക് ടീച്ചറാണ്. അതല്ലേ? അപ്പോൾ സ്കൂളിൽ നിന്ന് എങ്ങനെയാണ് ഇതിനെ നിങ്ങളെ ഈ പരിപോഷിപ്പിക്കുക അല്ലെങ്കിൽ ഇതാക്കാൻ വേണ്ടി എങ്ങനെയാണ് സ്കൂളുകാർ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? നമുക്ക് മൈക്ക് സെറ്റ് ചെയ്ത് തരിക, നമുക്കുള്ള നമ്മുടെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുമായിരുന്നു. എപ്പോഴും മൈക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പാടിക്കോ, കുഴപ്പമില്ല, ലൈക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് കയറിക്കോ എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. എപ്പോഴും. എത്ര ടീം ഉണ്ടായിരുന്നു നിങ്ങളുടെ മത്സരത്തിൽ? അറ്റ്ലീസ്റ്റ് 18 ടീമുണ്ട്. അപ്പോൾ എത്ര തവണ നിങ്ങൾ സംസ്ഥാനത്ത് വിജയിച്ചു? കുറേ തവണ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടി സംസ്ഥാനത്തു നിന്നൊരു കപ്പ് ഇങ്ങോട്ടേക്ക് ഈ സംഘഗാനത്തിൽ കൊണ്ടുവരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ വീണ്ടും കണ്ണൂരിൻ്റെ അഭിമാനം തന്നെയായി മാറിയിരിക്കുകയാണ്. ക്യാമറമാൻ യദു കണ്ണവരത്തിനൊപ്പം ശ്രീജിത്ത് കൊയ്യം, കണ്ണൂർ വിഷൻ.